കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ ഇങ്ങനെയൊരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? സാക്ഷാൽ അയ്യപ്പസ്വാമി കുടികൊള്ളുന്ന ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രം. 329 പടികൾ താണ്ടി വേണം പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്രമുറ്റത്ത് നമുക്ക് എത്തിച്ചേരാനൊക്കെ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് നമ്മുടെ ആഗ്രഹ സാഫല്യത്തിനായി ഭഗവാന് സമർപ്പിക്കുന്ന മണികെട്ട് വഴിപാട്. മുടക്കം വരാതെ തുടർച്ചയായി 7 തവണ നമ്മൾ മണികെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ നേർച്ച ചെയ്തത് അത് ഇവിടുത്തെ ഭഗവാൻ സാധിച്ചു തരും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. നമ്മൾ ഈ കാണുന്ന ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കര പുത്തൂർ റോഡിലാണ്. കോട്ടാത്തല പടിഞ്ഞാറ്, വെണ്ടാറ്, തേവലപ്പുറം കിഴക്ക് എന്ന സ്ഥലത്താണ് ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു പാറയുടെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ കാണുന്ന ഒരുപാട് പടികൾ താണ്ടി വേണം നമ്മൾ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരാൻ. ഇവിടുത്തെ നട തുറക്കുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ 5 മണി മുതൽ 10 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും, ശനിയാഴ്ചയാണെങ്കിൽ 5:30 തൊട്ട് 10:30 വരെയും, ഞായറാഴ്ചയാണെങ്കിൽ രാവിലെ 5 മണി മുതൽ 11 മണി വരെയും. ഞങ്ങൾ ക്ഷേത്രം മുറ്റത്ത് എത്തിയപ്പോൾ തന്നെ വേണ്ട നല്ല അടിപൊളി മഴയൊക്കെ പെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ കുടയൊക്കെ ഉണ്ട്, നമുക്ക് കുടയും കാര്യങ്ങളൊക്കെ തരും. അങ്ങനെ കുടയൊക്കെ പിടിച്ചാണ് ഭഗവാനെ തൊഴുതത്. നമുക്കിവിടെ പടികൾ താണ്ടി കയറി വരുന്ന കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബുദ്ധിമുട്ടെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഭഗവാനെ കാണാൻ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടും നമ്മൾ അന്നേരം അതെല്ലാം മറന്ന് നമ്മൾ ഈശ്വരനിലേക്ക് മാത്രം മനസ്സർപ്പിച്ചാണ് നമ്മൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ശാന്തിയും സമാധാനവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയൊരു ദൈവീക അനുഭവമാണ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ക്ഷേത്രമുറ്റത്ത് എങ്ങോട്ട് തിരിഞ്ഞാലും, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കൂട്ടം മണിവഴിപാട്, എങ്ങോട്ട് തിരിഞ്ഞാലും നമുക്ക് മണി കാണാൻ സാധിക്കും. ഓരോരുത്തരും അവരുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി കെട്ടിയതും അതുപോലെ തന്നെ ആഗ്രഹം സാധിച്ചവരും ഇനി ആഗ്രഹം സാധിക്കാൻ പോകുന്നവരും ഭഗവാന് വേണ്ടി സമർപ്പിച്ച മണികളാണിത്. ഇതുപോലെ ഇത്രയധികം മണികൾ നമ്മൾ നേർച്ചയായി സമർപ്പിച്ചത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ കാട്ടിൽ മേക്കാതിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലാണ്. എൻ്റെ അറിവിൽ ഈ 2 ക്ഷേത്രത്തിലേ ഞാൻ കണ്ടിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇട്ടേരെ. പടികൾ ഒരുപാടുണ്ടെങ്കിലും അവസാനം കാണുന്ന 18 പടി 18ാം പടിയുടെ സങ്കല്പത്തിലാണ് പണിഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പസ്വാമി ആണെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ ശിവഭഗവാനെയും പാർവതി ദേവിയെയും തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ ആരാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗണപതി ഭഗവാന്റെയും മുരുകസ്വാമിയുടെയും ചുറ്റമ്പലങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടുത്തെ മറ്റ് ശ്രീകോവിലുകളെ അപേക്ഷിച്ച് ശിവഭഗവാനും പാർവതി ദേവിക്കും ശ്രീകോവിലിൽ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ഭഗവാനെ കാണാൻ കയറി വരുന്നത് ഒരു വഴിയിൽ കൂടിയാണെങ്കിൽ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് മറ്റൊരു വഴിയിൽ കൂടിയാണ്. പോകുന്ന വഴിക്കെല്ലാം ഭഗവാന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെയും അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സാധിച്ചതും സാധിക്കാൻ വേണ്ടിയും ഭഗവാന് സമർപ്പിച്ച വഴിപാടായിട്ടുള്ള മണികളും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ മുകളിലെല്ലാം നമ്മൾ തൊഴുതു ഭഗവാനെയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ താഴേക്ക് വരികയാണ്. താഴേക്ക് വരുമ്പോൾ അവിടെയും മറ്റു ഉപദേവതകളുണ്ട്. അപ്പോൾ അവരെയും തൊഴുതിട്ട് വേണം നമ്മൾ മടങ്ങിപ്പോകാൻ.
കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ രാമായണമൊക്കെ വായിക്കുന്നത് കേട്ട് നിൽക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അത് നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അന്നേരം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.